പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികളെ ഞാൻ ഇടവും വലവും കിടത്തും. വിശക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാന്ന് പറയും. അഞ്ചു മക്കളുടെ അമ്മയാണ്. ദുബായില് ഇതുപോലെ വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. വായല് സ്വർണ്ണക്കാരൻ്റെ ആയിട്ട് ജനിക്കുക എന്ന് പറയുന്നത് അതേ ഒരു ഹോം നേഴ്സ് 15,000 സാലറി നേടുന്ന സംഭവിച്ചു. അത് വന്നപ്പോ എല്ലാവരും എതിർത്തു പോവണ്ട. അപ്പൊ ഞാൻ ഫാമിലിയിൽ പറഞ്ഞില്ല, ഇത് വീടുകളിലാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞില്ല. ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായുള്ളൂ, എൻ്റെ ഉപ്പാടെ ഫ്രണ്ട്സിൻ്റെ ഒന്നും വീടുകളിൽ ഞാൻ എത്തിപ്പെടല്ലേ എന്നുള്ളതെന്ന് വെച്ചാൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ മകൾ എൻ്റെ വാപ്പാടെ പേര് അവിടെ ആ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഫാമിലി എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കൊരാളുടെ മുന്നിലും കൈ നീട്ടണ്ട. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത്, നമ്മൊരു 10 രൂപക്ക് ഒരാളുടെ മുന്നിൽ കൈ നീട്ടുമ്പോൾ എല്ലാവരും നോക്കുക നമ്മുടെ ആരോഗ്യമാണ്. ആരായാലും പറയും പണിയെടുത്ത് ജീവിച്ചുകൂടെ ഇല്ലേ. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിച്ച് ജീവിക്കുക, ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കുക. പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികളെ ഞാൻ ഇടവും വലവും കിടത്തും. വിശക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാന്ന് പറയും. ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ച കാലം ഉണ്ടായിരുന്നു അല്ലെ? അപ്പോ പകല് ഞങ്ങൾ വെള്ളം കുടിക്കും, രാത്രി ഭക്ഷണം കഴിക്കും. മക്കളോട് വേറെ ആരോടും പറയണ്ടെന്ന് പറയും. എൻ്റെ 4 മക്കളും അതാരെ അറിയിച്ചിട്ടില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോഴും എൻ്റെ മൂത്ത മോൻ ശരിക്കും അറിയാം.